നിങ്ങൾ ശ്വസിക്കുന്ന വായു മലിനമാണോ? വായു മലിനീകരണം നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് അറിയാമോ? വീടിനകത്ത് പുറത്ത് എന്ന് രണ്ട് രീതിയിൽ വായു മലിനീകരണത്തെ തരംതിരിക്കുവാൻ സാധിക്കും. പൊടിപടലങ്ങൾ, പുകവലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുക എന്നിവയൊക്കെയാണ് വീടിനകത്തെ മലിനീകരണങ്ങൾ. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പടക്കം പൊട്ടിക്കുന്നതിലൂടെയോ പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ കത്തിക്കുന്നതിലൂടെയും ഒക്കെ ഉണ്ടാകുന്ന പുകയാണ് വീടിന് പുറത്തുള്ള വായു മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങൾ. ഹൃദയം, രക്തധമനി, ത്വക്ക്, കിഡ്നി തുടങ്ങിയ അവയവങ്ങളെ വായു മലിനീകരണം ബാധിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് ശ്വാസകോശത്തിനാണ്. ശ്വാസകോശത്തിനെ ഇൻവോൾവ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്ക് തൊട്ട് ശ്വാസനാളി വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. മൂക്കിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടകടി, തൊണ്ട ചൊറിച്ചിൽ, ശ്വാസകോശത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ, ആസ്മ, COPD. ഓൾറെഡി ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് COPD എന്ന് പറയുന്ന അസുഖം അധികരിക്കാനുള്ള പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ പ്രായമുള്ളവരിൽ വരുന്ന ന്യൂമോണിയ, അതേപോലെ കുഞ്ഞുങ്ങളിൽ ന്യൂമോണിയ വരാനുള്ള സാധ്യത, ഇതെല്ലാമാണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. വായു മലിനീകരണം പ്രായമായവരിലും കുഞ്ഞുങ്ങളിലും ന്യൂമോണിയയ്ക്ക് കാരണമായേക്കാം. രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആളുകൾക്കാണ് അസ്വസ്ഥതകൾ കൂടുതലായി അനുഭവപ്പെടുന്നത്. വായു മലിനീകരണം അതിരൂക്ഷമായിരിക്കുന്ന ഇടങ്ങളിൽ മാസം തികയാതെയുള്ള പ്രസവം, ജനിക്കുന്ന കുഞ്ഞിന് ഭാരക്കുറവ് എന്നിവ കണ്ടുവരുന്നു. കോവിഡിന് ശേഷം വായു മലിനീകരണം മൂലമുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വരിക, അടിക്കടി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാകുക, ജലദോഷം, പനി, കഫക്കെട്ട്, വിട്ടുമാറാത്ത ചുമ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ശ്വസിക്കുന്ന വായു മലിനമാണെന്ന് മനസ്സിലാക്കാം. വായു മലിനീകരണം ഉള്ള ഇടങ്ങളിൽ താമസിക്കേണ്ടി വരുന്നവർ സ്വീകരിക്കേണ്ട വിവിധ പ്രതിരോധ മാർഗങ്ങളുമുണ്ട്. അങ്ങനത്തെ ഏരിയയിൽ താമസിക്കുന്ന പ്രായമുള്ളവരിൽ വാക്സിനേഷൻസ്, കുട്ടികളിലും എടുക്കാൻ പറ്റുന്ന വാക്സിനേഷൻസ് ഉണ്ട്. ഫ്ലൂവിൻ്റെയും ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ വാക്സിനേഷനും ന്യൂമോകോക്കൽ എന്ന് പറഞ്ഞ വാക്സിനേഷൻസും ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. മലിനീകരണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ പുറത്തിറങ്ങുന്നത് കുറയ്ക്കുക. യാത്ര ചെയ്യുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. വൈറ്റമിൻ സപ്ലിമെന്റുകൾ, ആന്റി ഓക്സിഡന്റാൽ സമ്പുഷ്ടമായ പഴവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കാം. പുകവലി ഒഴിവാക്കാം. ഇത്തരത്തിൽ വായു മലിനീകരണത്തിൽ നിന്നും ശ്വാസകോശത്തെയും ത്വക്കിനെയും നമുക്ക് സംരക്ഷിക്കുവാൻ സാധിക്കും.